എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് RRB എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള GK സെക്ഷനിൽ നിന്ന് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ടോപ്പിക്കിൽ നിന്ന് ഫേമസ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ഫെസ്റ്റിവൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാകും. നമുക്ക് ഇപ്പോൾ എക്സാംസിന് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമുക്ക് ഡാൻസ് ഫോംസ്, ഫോക്ക് ഡാൻസ്, ഫെസ്റ്റിവൽസ്, ഇതൊക്കെ ഏത് സ്റ്റേറ്റിന്റെ ആണ്, ക്ലാസിക്കൽ ഡാൻസുകൾ ഇതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിന്റെ ആണ്, അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്യുന്ന ആൾക്കാര്, അവരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ നമുക്ക് ഓരോ ഫെസ്റ്റിവൽ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ അടുത്തായി ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഓരോ ട്രൈബുകളുടെയൊക്കെ ഫെസ്റ്റിവല് ഏതൊക്കെയാണെന്നുള്ളതും എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒന്ന് രണ്ട് ക്ലാസ്സുകളായിട്ട് ഈ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക് കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് കർണാടക സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽ തൊട്ട് തുടങ്ങുകയാണ്. ഇവിടെ നമ്മളുടെ ക്ലാസ്സുകൾക്ക് ഫുൾ കോഴ്സിനായിട്ട് നമ്മുടെ സാപ്പിയൻസ് അക്കാഡമി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കോഴ്സസ് നിങ്ങൾക്ക് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കർണാടക സ്റ്റേറ്റിലേക്ക് പോകാം. കർണാടക സ്റ്റേറ്റിന്റെ മെയിൻ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എന്താണ് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ? അപ്പം ഇതിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമ്മൾ കർണാടകത്തിൽ നിന്നുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത് പറഞ്ഞത്, പട്ടടയ്ക്കൽ ടെമ്പിൾസ് എന്ന് പറയുന്നത്. പട്ടടയ്ക്കൽ ടെമ്പിൾസ്. അപ്പോൾ പട്ടടയ്ക്കൽ ടെമ്പിൾസിൽ നടന്നു വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഏതാണ് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ? അപ്പൊ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർണാടകയിൽ നിന്നുള്ള ടെമ്പിൾ ആണ് പട്ടടയ്ക്കൽ ടെമ്പിൾ. പട്ടടയ്ക്കൽ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡാൻസ് ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും ജനുവരിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് പട്ടടയ്ക്കൽ വില്ലേജിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഇതൊരു 10 ടെമ്പിളുകളുടെ ഒരു കൂട്ടമാണ്. അതിൽ ജെയിൻ ഷ്രൈൻസ് എല്ലാം വരുന്നുണ്ട്, ജെയിൻ മോണുമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ടെമ്പിൾ ആണ് ഈ പട്ടടയ്ക്കൽ ടെമ്പിൾ എന്ന് പറയുന്നത്. 7th and 8th സെഞ്ചുറിയിലാണ് ഈ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതെന്ന് കരുതുന്നു. അപ്പൊ കർണാടകത്തിലെ ഒരു ഫെസ്റ്റിവൽ ഏതാണ് നമ്മൾ പഠിക്കുന്നത്, പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ആണ്. പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ അതോടൊപ്പം തന്നെ പട്ടടയ്ക്കൽ ടെമ്പിൾ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രമാണെന്നും കൂടി നിങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ സെലിബ്രേഷൻ ആണ്, ഫെസ്റ്റിവൽ ആണ്. രണ്ടാമത്തെ കർണാടകയിലെ ഫെസ്റ്റിവൽ ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഉഗാദി. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് റെയിൽവേ എക്സാമുകൾക്ക്. ഉഗാദി എന്ന് പറയുന്നത് കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഉഗാദി എന്ന് പറയുന്നത്. ഉഗാദി അവിടുത്തെ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലും ന്യൂ ഇയർ ഫെസ്റ്റിവലും ആണ്. പുതുവർഷത്തെ സെലിബ്രേറ്റ് വരവേൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഉഗാദി. നമ്മുടെ ഇവിടുത്തെ വിഷു പോലെ, നമ്മുടെ കേരളത്തിലെ വിഷു പോലെ സമാനമായിട്ടുള്ള ഒരു കർണാടകത്തിലെ ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ഉഗാദി എന്ന് പറയുന്നത്. അതുപോലെ മൈസൂർ ദസറ. ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നിങ്ങൾക്ക് അറിയാം. രാമൻ, ഗോഡ് രാമൻ എന്ത് ചെയ്യുന്നു, രാവണനെ തോൽപ്പിക്കുന്നതിൽ വിജയ് തോൽപ്പിക്കുന്നതിന്റെ ഒരു സെലിബ്രേഷൻ ആണെന്ന് പറയുന്നത് മൈസൂർ ദസറ എന്ന് പറയുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് എന്തെന്ന് പറയുന്നത് ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവല്. അത് കഴിഞ്ഞ് നമുക്ക് ഹംപി ഉത്സവ്. ഹംപി എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി, കർണാടക. അപ്പൊ നിങ്ങൾക്ക് ഹംപി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് കർണാടകത്തിലെ ആണെന്ന് ഓർക്കാനായിട്ട് പറ്റും. വിജയനഗര വില്ലേജിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഹംപി ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, വിജയനഗര വില്ലേജിലാണ് എന്ത് ചെയ്യുന്നത് ഹംപി ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മള് ഉഗാദി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. മൈസൂർ ദസറ എവിടെയാണ്, കർണാടകത്തിലാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെയുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് കമ്പാള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കമ്പാള ഫെസ്റ്റിവൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സ്റ്റേറ്റ് ആണ് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കമ്പാള ഫെസ്റ്റിവൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കമ്പാള എന്ന് പറയുന്നത് ഒരു പോത്തോട്ടമാണ്. ചെളിക്കണ്ടത്തില് ഈ നെൽകൃഷിയൊക്കെ ചെയ്ത ചെളിക്കണ്ടത്തില് പോത്തിനെ വോട്ട് ചെയ്യുന്ന ഒരു റേസ് ആണ്, ഒരു ബഫല്ലോ റേസ് ആണ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെയൊക്കെ ഉള്ള ഒരു ബഫല്ലോ റേസ് ആണ് എന്ന് പറയുന്നത് കമ്പാല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ കമ്പാല ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്,
കാമ്പാല ഫെസ്റ്റിവൽ ഒരു ബഫല്ലോ റേസ് ആണ്. അപ്പോഴ് അത് എവിടെയാണ്? കർണാടകത്തിലെയാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ 5 സെലിബ്രേഷൻ ആണ് കർണാടകത്തിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 സെലിബ്രേഷൻ കർണാടകത്തിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ള 5 സെലിബ്രേഷൻ ഏതൊക്കെയാണ്? പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്, ഉഗാദി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഉണ്ട്, മൈസൂർ ദസറയുണ്ട്, ഹംപി ഉത്സവം ഉണ്ട്, കമ്പാള ഫെസ്റ്റിവല്, ബഫല്ലോ റേസ്. ഇത്രയുമാണ് നമുക്ക് ഉള്ള മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആന്ധ്രാപ്രദേശാണ് പിന്നീട് പഠിക്കാനുള്ളത്. ആന്ധ്രാപ്രദേശിലെ മെയിൻ ആയിട്ട് ഒരു ക്ഷേത്രം നിങ്ങൾക്കറിയാം, തിരുപ്പതി ടെമ്പിൾ അല്ലെ? തിരുപ്പതി ടെമ്പിൾ ആണ് ആന്ധ്രാപ്രദേശിലെ ഒരു മെയിൻ ആയിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. അപ്പൊ ഈ തിരുപ്പതി ക്ഷേത്രത്തിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബ്രഹ്മോത്സവം എന്ന സെലിബ്രേഷൻ നടക്കുന്നത്. എല്ലാ വർഷവും തിരുപ്പതി ക്ഷേത്രത്തിലാണ് എന്ത്? ബ്രഹ്മോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ബ്രഹ്മോത്സവം എന്ന് പറയുന്നത്. അതുപോലെ ഉഗാദി കർണാടകത്തിലെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ, അത് ആന്ധ്രാപ്രദേശിലും നമുക്ക് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലും എന്തുണ്ട്? ഉഗാദിയും തിരുപ്പതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവം എന്ന് പറയുന്ന ഫെസ്റ്റിവലും ഉണ്ട്. അതുപോലെ നമുക്ക് അടുത്ത സ്റ്റേറ്റ് വരുന്നതെന്ന് പറയുന്നത് തെലുങ്കാനയാണ്. തെലുങ്കാനയില് ബാതുക്കമ്മ ഫെസ്റ്റിവൽ, ഇത് ചോദിച്ചിട്ടുണ്ട്. ബാതുക്കമ്മ ഫെസ്റ്റിവൽ എവിടെയാണ്? തെലുങ്കാനയിൽ ഒരു ഫ്ലോറൽ ഫെസ്റ്റിവൽ ആണിത്. നമ്മുടെ ഇവിടെ ഓണത്തിന് നമ്മൾ പൂക്കളൊക്കെ കളക്ട് ചെയ്ത് അത്തപ്പൂക്ക് ഇടുന്നത് പോലെ തെലുങ്കാനയിലെ സ്ത്രീകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ബാതുക്കമ്മ എന്ന് പറയുന്നത്. അവര് അവരുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ശേഖരിച്ച് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ബാതുക്കമ്മ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ ബാതുക്കമ്മ ഫെസ്റ്റിവൽ എവിടത്തെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തെലുങ്കാനയിലെ ഫെസ്റ്റിവൽ ആണ് ബാതുക്കമ്മ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇപ്പൊ തെലുങ്കാനയിലെ ഫെസ്റ്റിവൽ ഏതാണ്? ബാതുക്കമ്മ ഫെസ്റ്റിവൽ. അടുത്ത തെലുങ്കാനയിലെ ഒരു ഫെസ്റ്റിവൽ ആണ് ബൊണാലു എന്ന് പറയുന്നത്. ബൊണാലു എന്ന് പറയുന്നത് ട്രഡീഷണൽ ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. ഇത് ഹിന്ദു, അത് ഏത് ദൈവത്തിനെ? ഡെഡിക്കേറ്റഡ് ടു മഹാകാളി, ഗോഡസ് മഹാകാളിയെ ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ബൊണാലു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇരട്ട നഗരം എന്നറിയപ്പെടുന്ന ട്വിൻ സിറ്റീസ് ഏതൊക്കെയാണ്? ഹൈദരാബാദും സെക്കന്ദരാബാദും. അപ്പൊ ഹൈദരാബാദും സെക്കന്ദരാബാദിലുമാണ് ഏത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബൊണാലു എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത്. എവിടെയാണ്? ആഷാഢ മാസത്തിലാണ്, ജൂലൈ ഓർ ആഗസ്റ്റ്. ബൊണാലു ഫെസ്റ്റിവൽ ജൂലൈ ഓർ ആഗസ്റ്റ്. ഗോഡസ് മഹാകാളിയെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. ഇത് ഹൈദരാബാദിലും സെക്കന്ദരാബാദിലുമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ബൊണാലു ഫെസ്റ്റിവൽ, മഹാകാളിയെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന്റെ പിക്കാണ് കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഗോവയിലെയാണ്. ഗോവയിലെ ഫെസ്റ്റിവൽ ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഇപ്പൊ ഗോവയിലെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? സ്പ്രിംഗ് സീസണിൽ ഗോവയിലെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഷിഗ്മോഗോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഷിമോഗോ ഇവിടെ എന്ന് പറയുന്നത് അതൊരു റിച്ച് ഗോൾഡൻ പാടി ഹാർവസ്റ്റ് ആണ്. നമ്മുടെ നെല്ലിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? ഗോവയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഈ സ്പ്രിംഗ് സീസണിൽ ഹോളിക്ക് സമാനമായിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഷിഗ്മോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അവിടുത്തെ ഗോവയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഗോൾഡൻ പാടിയുടെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഏതാണ്? ലഡാക്കിലെ ഹെമിസ് ഫെസ്റ്റിവല്. ഹെമിസ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് അറിയാവുന്നവർക്ക് ഇത് ഓർത്തു വെക്കാൻ പറ്റും. കാരണം ഹെമിസ് നാഷണൽ പാർക്ക് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് അല്ലെ? ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ആണ് ഏതെന്ന് പറയുന്നത്? ഹെമിസ് നാഷണൽ പാർക്ക് അറിയായിരിക്കും. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ആണ് ഹെമിസ് നാഷണൽ പാർക്ക്. അപ്പൊ അവിടെയുള്ളൊരു ഫെസ്റ്റിവൽ ആണ്. എവിടെ? ഹെമിസ് ഫെസ്റ്റിവൽ എവിടെയാണ്? ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ള ഗുരു പത്മസംഭവയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് ലഡാക്കുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണ്?
ഗുരു പത്മസംഭവയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്ത് ലഡാക്കില് ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഗുരു പത്മസംഭവ ആരാണെന്നാ പറഞ്ഞത്? ടിബറ്റിയൻ ബുദ്ധിസത്തിന്റെ ഫൗണ്ടിങ് മെമ്പർ ആണ് ഗുരു പത്മസംഭവ. ടിബറ്റിയൻ ബുദ്ധിസത്തിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ള ഗുരു പത്മസംഭവയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്ത് ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എവിടെയാണ്? ലഡാക്കിലാണ് ഹെമിസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തത്. അടുത്തത് നമുക്ക് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ തുലിപ്പ് ഫെസ്റ്റിവൽ. തുലിപ്പ് ഫ്ലവേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കാം. പല കളറില് തുലിപ്പ് ഫെസ്റ്റിവൽ ആണ്. ഈ കാണുന്ന ഫ്ലവർ ആണ് തുലിപ്പ് ഫ്ലവർ. ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ ആണ്. അപ്പൊ ഈ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ ഉള്ള ഈ ജമ്മു കാശ്മീരിൽ തന്നെയാണ്, ശ്രീനഗറിൽ തന്നെയാണ് എന്ത് തുലിപ്പ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ജമ്മു കാശ്മീരിലെ ഒരു ഫെസ്റ്റിവൽ ആണ് ഷിക്കാര ഫെസ്റ്റിവൽ, ദാൽ ലേക്ക്. അപ്പൊ ഷിക്കാര ഫെസ്റ്റിവൽ എന്താണ്? അവിടുത്തെ ദാൽ തടാകത്തിൽ. അപ്പം ദാൽ തടാകം ഒക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദാൽ തടാകം ജമ്മു കാശ്മീരിലാണ്. ദാൽ തടാകത്തില് ഈ ഷിക്കാര ബോട്ടിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഷിക്കാര ബോട്ടിംഗ്. അപ്പൊ ആ ഒരു ബോട്ടിംഗ് ഇതിനെ തന്നെയാണ്, ബോട്ടിംഗ് ഫെസ്റ്റിവൽ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഷിക്കാര ഫെസ്റ്റിവൽ ദാൽ തടാകത്തിലുള്ളത്. അപ്പൊ ഷിക്കാരയും പഠിച്ചു. നമ്മൾ തുലിപ്പ് ഫെസ്റ്റിവൽ എവിടെ നിന്ന് പഠിച്ചു? ജമ്മു കാശ്മീരിൽ നിന്ന് പഠിച്ചു. അടുത്ത് നമുക്ക് ഗുജറാത്തിലെ ഒരു ഫെസ്റ്റിവൽ ആണ് റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഫെസ്റ്റിവൽ ആണ് എന്ത്? റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവൽ. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഒരു പട്ടം പറത്തുന്ന ഫെസ്റ്റിവൽ ആണ്. അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് പറയാം? ഉത്തരായൻ ഫെസ്റ്റിവല്. അപ്പൊ ഈ ഉത്തരായൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വേറൊരു പേരെന്താണ്? ഉത്തരായൻ ഫെസ്റ്റിവലിന്റെ വേറൊരു പേരാണ് മകര സംക്രാന്തി. ഇതൊരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ഇത് എവിടെയാണ്? ഇത് ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പട്ടം പറത്തലിന്റെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ്. എന്തെന്ന്? ഉത്തരായൻ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ്. എന്താണ്? ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ് ഉത്തരായൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ്, പട്ടം പറത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത്. ഹാർവസ്റ്റ് സീസണിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വേറൊരു പേര് മകര സംക്രാന്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരായൻ ഫെസ്റ്റിവൽ തന്നെയാണ്. എന്ത് ചെയ്യുന്നത് ഈ ഗുജറാത്തിലെ ഈ ഒരു റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവൽ അല്ലാണ്ട് ഉത്തരായൻ ഫെസ്റ്റിവലും ഒക്കെ എവിടെ തന്നെ ഉള്ളതാണ്? ഗുജറാത്തിലെ ഫെസ്റ്റിവൽ ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ആസാമാണ് പഠിക്കാനുള്ളത്. ആസാമിൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ ഓണം പോലെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആസാമിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ബിഹു എന്ന് പറയുന്നത്. അപ്പൊ ആസാമിലെ ഈ ബിഹു ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ബിഹുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഈ ബിഹു അവിടെ വർഷത്തില് 3 തവണ 3 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സീസൺ അനുസരിച്ചിട്ട് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബിഹു പലതരത്തിലുണ്ട്. അപ്പൊ ഏതൊക്കെ ബിഹു ആണ് ഉള്ളത്? മൊഹാങ് ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസത്തിലാണ് മൊഹാങ് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബിഹു ആണ് എന്തെന്ന് പറയുന്നത്? മധു ബിഹു എന്ന് പറയുന്നത്. മധു ബിഹു ഏത് മാസത്തിലാണ്? ജനുവരിയില്. മധു ബിഹു ജനുവരി മാസത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ഏതാണെന്ന് അറിയാമോ? പിന്നീടുള്ളത് കാട്ടി ബിഹു ആണ്. ഏതാണ്? കാട്ടി ബിഹു ഏത് മാസത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒക്ടോബർ മാസത്തിലാണ് ഏത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കാട്ടി ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു, മധു ബിഹു, കാട്ടി ബിഹു. മൊഹാങ് ബിഹു, മധു ബിഹു, കാട്ടി ബിഹു. മൊഹാങ് ബിഹു ഏപ്രിൽ മാസത്തിൽ, മധു ബിഹു ജനുവരിയില്, കാട്ടി ബിഹു ഒക്ടോബർ മാസത്തിൽ. അപ്പൊ ഈ ഓരോ ബിഹുവും ഏത് മാസത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ അസാമിലെ ബിഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അസാമിലുള്ള വേറൊരു ഫെസ്റ്റിവൽ ആണ് മജുലി ഫെസ്റ്റിവൽ. അപ്പൊ വേൾഡിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഏതാണ്? ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലെ. ബ്രഹ്മപുത്ര റിവറിലുള്ള ഏതാണ്? മജുലി റിവറൈൻ ഐലൻഡ് ആണ് ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ മജുലി ഐലൻഡ് അവിടെയാണെന്ന് അറിയാം, ആസാമിലാണെന്നും ബ്രഹ്മപുത്രയിലാണെന്നും എല്ലാം നമുക്കറിയാം. അപ്പൊ മജുലി ഫെസ്റ്റിവൽ എവിടെയാണ്? ആസാമിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആംബുബാച്ചി മേള.
അംബുബാച്ചി മേള എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു? അസമില് ഏത് ടെമ്പിളിലാണെന്ന് അറിയാമോ? കാമക്യ ടെമ്പിൾ. കാമക്യ ടെമ്പിൾ ഫെസ്റ്റിവൽ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇപ്പൊ കാമക്യ ടെമ്പിൾ ഉള്ള ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? അംബുബാച്ചി മേള എന്നറിയപ്പെടുന്നത്. അംബുബാച്ചി മേള എവിടെയാണ്? അസമിലെ കാമക്യ ടെമ്പിളിലാണ് അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. അംബുബാച്ചി മേള അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയുമോ? മഹാകുംഭ ഓഫ് ഈസ്റ്റ്. അപ്പൊ ഈസ്റ്റിന്റെ മഹാകുംഭ എന്നറിയപ്പെടുന്നത് ഏത് ഫെസ്റ്റിവലിനെയാണ്? ഈസ്റ്റിന്റെ മഹാകുംഭ എന്നറിയപ്പെടുന്നത് അംബുബാച്ചി മേളയെയാണ്. അതായത് മഹാകുംഭ നമ്മൾ ഉത്തരാഖണ്ഡില് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. കുംഭമേള നമ്മൾ പഠിക്കും. അപ്പൊ ഈ കുംഭമേള, അപ്പൊ മഹാകുംഭ, ഈസ്റ്റിന്റെ കുംഭമേള ഏതാണ്? അസാമിലെ അംബുബാച്ചി മേളയാണ്. അംബുബാച്ചി മേളയാണ്. അപ്പം ബിഹു എവിടെയാണ്? മജുലി എവിടെയാണ്? മജുലി ഫെസ്റ്റിവല് അംബുബാച്ചി മേള മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. കാമക്യ ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അസാമിലെ കാമക്യ ടെമ്പിളില് അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നു. അടുത്ത ബീഹാർ. ബീഹാറിലെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ഛത്ത് പൂജ എന്ന് പറയും. ഛത്ത് പൂജ. ഛത്ത് പൂജ എന്തിനാണ്? ആരാണ് ആരാധിക്കുന്നത്? സൺ ഗോഡ് സൂര്യ ഭഗവാനെയും ഉഷയെയും ആരാധിക്കുന്ന ഫെസ്റ്റിവൽ ആണ് ഛത്ത് പൂജ എന്ന് പറയുന്നത്. ഛത്ത് പൂജ എവിടെയാണ്? ഇവിടെയുള്ളതാണ്. ബീഹാറിലെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ഛത്ത് പൂജ എന്ന് പറയുന്നത്. അടുത്ത ദേവി മാനസയെ ആരാധിക്കുന്ന ഫെസ്റ്റിവൽ. ബീഹാറുകാരുടെ ദേവി മാനസയെ ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ബിഹുല എന്ന് പറയുന്നത്. ബിഹുല. പിന്നീടുള്ളത് ബുദ്ധ ജയന്തിയാണ്. ബുദ്ധിസ്റ്റ് ഒരുപാട് കേവ്സ് ആയാലും ബുദ്ധത്തിന്റെ ക്ഷേത്രങ്ങളായാലും എല്ലാം, ബുദ്ധവിഹാരങ്ങളെല്ലാം ഉള്ളത് എവിടെയാണ്? ബീഹാറിലാണ്. അപ്പൊ ബുദ്ധ ജയന്തി എവിടെയാണ്? ബീഹാറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണെന്ന് പറയുന്നത്? ലോഷാർ ഫെസ്റ്റിവൽ ആണ്. അരുണാചൽ പ്രദേശിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ലോഷാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരുണാചൽ പ്രദേശിൽ വേറെയും ഫെസ്റ്റിവൽ ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ലോഷാർ ഫെസ്റ്റിവൽ ഒന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കുള്ളത് എന്ന് പറയുന്നത് സിയാങ് ഫെസ്റ്റിവൽ. ഏതാണ്? സിയാങ് റിവർ ഫെസ്റ്റിവൽ. സിയാങ് റിവർ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ തന്നെ വേറൊരു ഫെസ്റ്റിവൽ ഡ്രീ ഫെസ്റ്റിവൽ. ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഡ്രീ ഫെസ്റ്റിവൽ ഒക്കെ. ഇത് ഈ ഡ്രീ ഫെസ്റ്റിവൽ അബദാനി ട്രൈബ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അബദാനി ട്രൈബ് ആണ് എന്ത് ചെയ്യുന്നത്? ഡ്രീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് സീറോ വാലിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൊലൂങ് ഫെസ്റ്റിവൽ എവിടുത്തെയാണ്? അരുണാചൽ പ്രദേശിലെയാണ് സൊലൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ആഡി ട്രൈബിന്റെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് സൊലൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മോൻപാ ഫെസ്റ്റിവൽ ഉണ്ട്. അത് മോൻപാ ട്രൈബുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. മോൻപാ ട്രൈബുകളാണ് അരുണാചൽ പ്രദേശിലെ. അവിടുത്തെ മോൻപാ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ആഡി ട്രൈബ് സൊലൂങ് ഫെസ്റ്റിവൽ ആണ്. അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശിലെ സൊലൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രീ ഫെസ്റ്റിവൽ അബദാനി ട്രൈബിന്റെ ഫെസ്റ്റിവൽ ആണ് ഡ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോഷാർ ഫെസ്റ്റിവലും എവിടെയുള്ളതാണ്? ലോഷാർ ഫെസ്റ്റിവലും അരുണാചൽ പ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ ആണ് ലോഷാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് സിക്കിമാണ്. സിക്കിം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ലൂസൂങ് ഫെസ്റ്റിവൽ. ലൂസൂങ് എന്ന് പറയുന്നത് അവിടുത്തെ സിക്കിമിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. പുതുവത്സര ആഘോഷമാണ് ലൂസൂങ് എന്ന് പറയുന്നത്. അപ്പൊ സിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം രോഗമാണെന്ന്. അപ്പൊ രോഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ലൂസ് മോഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് നോക്കുക. ലൂസൂങ് ഫെസ്റ്റിവൽ സിക്കിം ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. അടുത്ത സാഗാദാവ. ഇതും ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. തീഹാർ എന്ന് പറയുന്നത് സിമിലർ ടു ദീപാവലി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലൈറ്റ് കത്തിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് തീഹാർ എന്ന് പറയുന്നത്. സിക്കിമിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ സിക്കിമിലെ വേറെ ഏതൊരു ഫെസ്റ്റിവൽ ഒക്കെ നിങ്ങൾക്ക് അറിയാം? സിക്കിമിലെ തീഹാർ ആണ്. ലൂസൂങ് എന്ന് പറയുന്നത് അവിടുത്തെ സിക്കിം ന്യൂ ഇയർ ആണ് എന്തെന്ന് പറയുന്നത്?
ലൂസോങ്. ഈ സാഗാദാവ എന്താണ്? ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റികളാണ്. ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റികൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സാഗാദാവ. ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ ആണ്. ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ ആണെന്ന് പറയുന്നത് സാഗാദാവ. തീഹാർ സിമിലർ ടു ദീപാവലിയാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഫെസ്റ്റിവൽ വരുന്നത് എന്താണ്? ബുംഷു ഫെസ്റ്റിവൽ. ഏതാണ്? ബുംഷു ഫെസ്റ്റിവൽ. ബുംഷു ഫെസ്റ്റിവൽ എവിടത്തെയാണ്? ബുംഷു ഫെസ്റ്റിവൽ സിക്കിമിലെ ഫെസ്റ്റിവൽ ആണ് ബുംഷു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാക്രഡ് പോട്ട് ഓഫ് വാട്ടർ. സാക്രഡ് പോട്ട് ഓഫ് വാട്ടർ എന്ന അർത്ഥം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ബുംഷു എന്ന് പറഞ്ഞാൽ സാക്രഡ് പോട്ട് ഓഫ് വാട്ടർ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പിന്നീട് അവിടുത്തെ സിക്കിമിലെ തമാങ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണ്? സോനം ലച്ചാർ ഫെസ്റ്റിവൽ. ഏതാണ്? സോനം ലച്ചാർ ഫെസ്റ്റിവൽ. അപ്പൊ എന്താണ്? സിക്കിമില് സിക്ക് എന്ന് പറയുന്ന ഹിന്ദി വാക്ക് ഓർക്കുക. സിക്ക് എന്ന് വെച്ചാൽ രോഗം എന്നാണ്. അപ്പൊ ലൂസൂങ് ഫെസ്റ്റിവൽ സിക്കിമിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. സാഗാദാവ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റികൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ സിക്കിമിലെ. തീഹാർ തീ എന്നുള്ള വാക്കിൽ തന്നെ എന്താണ്? ഒരു ദീപാവലി പോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റുകൾ കത്തിക്കുന്ന ഫെസ്റ്റിവൽ ആണ് തീഹാർ. ബുംഷു ഫെസ്റ്റിവൽ. ബുംഷു എന്ന് പറഞ്ഞാൽ സാക്രഡ് പോട്ട് ഓഫ് വാട്ടർ എന്നാണ്. ബുംഷു ഫെസ്റ്റിവൽ സിക്കിമിലാണ്. അതുപോലെ തന്നെ സോനം ലച്ചാർ ഫെസ്റ്റിവൽ എവിടെയാണ്? തമാങ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന സോനം ലച്ചാർ ഫെസ്റ്റിവൽ എവിടെയാണ്? സിക്കിമിലാണ്. അതുപോലെ ഗുജറാത്തിലെ ഒരു ഫെസ്റ്റിവൽ നമുക്കറിയാം ദീപാവലി. കാർത്തിക മന്തിലാണ് ദീപാവലി. ഏത് മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? കാർത്തിക മന്തിലാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ജാർഖണ്ഡ് ഫെസ്റ്റിവൽ. ജാർഖണ്ഡിലെ ഫെസ്റ്റിവൽ ഏതാണ്? ജാർഖണ്ഡിലെ ഫെസ്റ്റിവൽ ആണെന്ന് പറയുന്നത് സർഹുൾ ഫെസ്റ്റിവൽ എന്ന് പറയും. സർഹുൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എവിടത്തെയാണ്? ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. അവിടുത്തെ ട്രൈബുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സരഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാർഖണ്ഡിലെ ട്രൈബുകളുടെ ഒരു ഉത്സവമാണ് എന്ന് പറയുന്നത് സരഹുൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ട്രൈബൽ പോപ്പുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂ ഇയർ ബിഗിനിങ്ങിനെയാണ് ഇത് കാണിക്കുന്നത്. എന്തിനാണ്? ന്യൂ ഇയർ ബിഗിനിങ് കാണിക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ജാർഖണ്ഡിലെ ട്രൈബൽ പീപ്പിൾ ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. എന്ത് ചെയ്യുന്നു? അവര് മരങ്ങളെയാണ് ആരാധിക്കുന്നത്. ഈ സരഹുൾ ഫെസ്റ്റിവലിനകത്ത് മരങ്ങളെയാണ് ആരാധിക്കുന്നത്. ഈ ട്രൈബൽ പീപ്പിള് മരങ്ങളെ ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് സരഹുൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ജാർഖണ്ഡിലാണ് സരഹുൾ ഫെസ്റ്റിവൽ ഉള്ളത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഫെസ്റ്റിവലിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഇതിന്റെ ബാക്കി സെക്ഷൻ വേറെ സ്റ്റേറ്റുകളുടെ എല്ലാം കൂടെ നമുക്ക് വേറൊരു സെക്ഷനോടെ നോക്കാം. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കുക. നമ്മുടെ ഫുൾ കോഴ്സുകൾക്കായിട്ട് നിങ്ങൾ സാപ്പിയൻസ് അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിലാണ് കോഴ്സുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. റെയിൽവേയുടെ NDPC, ഗ്രൂപ്പ് D, ALP, JE തുടങ്ങിയ എക്സാമുകൾക്കുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 85 47 18 66 51 എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.